AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്ററായ മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത്. ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സാങ്കേതങ്ങളും. ഭൂമി എന്ന് പറയുന്നത് ഒരു പന്ത് പോലെയാണ് അല്ലേ? എന്നാൽ ശരിക്കും ഒരു പന്തിൻ്റെ രൂപമല്ല. ഇരുവശത്തും അല്പം പരന്ന ഒരാകൃതിയാണ് എന്തിന് ഭൂമിക്കുള്ളത് അല്ലേ? എന്താ ഇതിന് കാരണം നിങ്ങൾക്കറിയാം? അതായത് ഭൂമിയുടെ കറക്കമാണ് ഇതിനൊരു കാരണം എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ചന്ദ്രൻ ഭൂമിയിലെ സമുദ്രജലത്തെ വലിച്ചടുപ്പിക്കുന്നു എന്നതാണ് ഇത് മറ്റൊരു കാരണം. ഇതിൻ്റെ ഫലമായിട്ട് ഭൂമധ്യരേഖാ പ്രദേശത്തെ സമുദ്രജലം അല്പം പുറത്തേക്ക് ഉന്തി നിൽക്കുന്നു. ഭൂമിയുടെ ഈ ആകൃതിക്ക് ജിയോയിഡ് എന്നാണ് പറയുന്നത്. ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിനും രാവും പകലും മാറി മറിയുന്നതിനൊക്കെ ഇത്തരം ചില കാരണങ്ങളുണ്ട്. ഇതിനെയൊക്കെ കൃത്യമായി കണക്കാക്കാൻ ഭൂമിയിൽ നാം ചില അളവുകളും രേഖകളും ഒക്കെ അടയാളമായി വെച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഭൂമിയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഈ അളവുകൾ, രേഖകൾ, ഇതുപോലത്തെ ഇത്തരത്തിലുള്ള കഥകൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ ഒരു അച്ഛനും ഒരു മകനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കൊടുത്തിട്ടുള്ളത്. അവർ ഒരുമിച്ച് നടത്തിയ ഒരു യാത്രയെക്കുറിച്ചിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ എന്താണ് ഇതിൽ പറയണത്? അപ്പോൾ ഒരു സ്ഥലത്തേക്ക് അവർ യാത്ര പോവുകയാണ്. അപ്പോൾ അവർ യാത്ര പോകുന്നത് മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ഭൂപടം ഒരു വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവർ ആ യാത്ര പോകുന്നത്. നമ്മൾ മാപ്പൊക്കെ വെച്ചിട്ട് യാത്ര പോകാറില്ലേ? നമ്മൾ ഇന്ന ഡെസ്റ്റിനേഷനിലേക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് സ്ഥലം എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ മാപ്പ് വെച്ചിട്ടാണ് പോവുക അല്ലേ? ഫോണിൽ അല്ലേ? നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതുപോലെ ആ കുട്ടിയും കുട്ടിയുടെ അച്ഛനും അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാപ്പ് എന്ന് പറയുന്നത് എന്താണ്? വിവര സ്രോതസ്സുകളാണ്. നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വ്യത്യസ്ത മാപ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം, അതുപോലെ തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ, ഇവയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അവര് എന്താ പറയുക, അവർ യാത്ര തിരിക്കുമ്പോൾ ഇനിയും ഇതുപോലെ ഭൂപടങ്ങളും അതുപോലെ തന്നെ ഗ്ലോബുകളൊക്കെ നിരീക്ഷിച്ച് സ്ഥലങ്ങൾ കണ്ടെത്തി വിവരങ്ങളൊക്കെ ശേഖരിച്ച് നല്ല രീതിയിൽ യാത്ര തിരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുന്നത്. അപ്പം മാപ്പൊക്കെ നമ്മുടെ യാത്രയിലായാലും ഏത് യാത്രയിലാണെങ്കിലും മാപ്പുകളൊക്കെ ഒരു വളരെയധികം ഹെൽപ്ഫുള്ളാണ് അല്ലേ? നമ്മുടെ യാത്രയ്ക്കും നമുക്ക് ഇന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്താനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ് അല്ലേ? അതുപോലെ നമ്മൾ ഡിജിറ്റൽ മാപ്പുകൾ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? മൊബൈൽ ഫോൺ ത്രൂ ആയാലും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഡിജിറ്റൽ മാപ്പുകൾ യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? അങ്ങനെയല്ലേ? പണ്ട് കാലത്തൊക്കെ ആളുകൾ അന്നും മൊബൈൽ സംവിധാനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരെങ്ങനെയാണ് പോകുന്നത്? അവരുടെ കയ്യിലുള്ളൊരു മാപ്പ് ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും? അവർ ഡിറക്ഷൻ നോക്കിയിട്ട് അവരുടെ ഇന്ന സ്ഥലത്തേക്കുള്ള എന്ത് വെച്ചിട്ടാണ് അവർ പോവുക, ആ ഡിറക്ഷനൊക്കെ നോക്കിയിട്ട് അവർ പോവാറുണ്ട് ഇല്ലേ? അപ്പോൾ അതുപോലെ ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ വന്നതിന് ശേഷം എന്തായി? മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്തായി? ഡിജിറ്റൽ മാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ മക്കളെ, വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് മാപ്സ് ആർ യൂസ്ഡ്? അതായത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ മാപ്പുകളൊക്കെ യൂസ് ചെയ്യാറ്? ടു ലൊക്കേറ്റ് എ പ്ലേസ്. നമുക്ക് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? മാപ്പ് ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? ടു ഫൈൻഡ് ദ റൂട്ട് ടു എ ഡെസ്റ്റിനേഷൻ സയൻറ്റിഫിക്കലി. പിന്നെന്തിനാണ്? ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായിട്ട് കണ്ടെത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്തിനാണ് ഉപയോഗിക്കാറ്? ടു അണ്ടർസ്റ്റാൻഡ് ദ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ്. അതായത് ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ?
പിന്നെന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് റിസോഴ്സസ്, അതായത് വിഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് അല്ലേ? ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഭൂപടങ്ങൾ അല്ലെങ്കിൽ മാപ്പുകളൊക്കെ യൂസ് ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മാപ്പിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്ലോബിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ട് താഴെ കുറച്ച് ഹിൻഡുകൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഹിൻഡുകളാണ് കൊടുത്തിട്ടുള്ളത്? അതിൻ്റെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? അതായത് ആകൃതി, ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഷേപ്പ്, പിന്നെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, പിന്നെ യൂസ്. ഇതൊക്കെ വെച്ചിട്ട്, ഈ ഇൻഡിക്കേറ്റേഴ്സൊക്കെ വെച്ചിട്ട് നമ്മളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഗ്ലോബും അതുപോലെ തന്നെ മാപ്പും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതൊന്ന് താരതമ്യം ചെയ്തിട്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏതാണ്? ഗ്ലോബ് നോക്കാം നമുക്ക്. ഓക്കെ, ഗ്ലോബ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഇതാണ് ചിത്രത്തിൽ ഗ്ലോബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലോബ് ഈസ് റൗണ്ട് ആൻഡ് റിഫ്ലെക്ട്സ് ദ ഷേപ്പ് ഓഫ് ദി എർത്ത്. ഗ്ലോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ ഇരിക്കുന്നത്? റൗണ്ട് ഷേപ്പിലാണ് അല്ലേ? ഗ്ലോബിൻ്റെ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? ഒരു റൗണ്ട് ഷേപ്പാണ് അല്ലേ? അപ്പം അതിൻ്റെ ആകൃതി കൊണ്ട് ഭൂമിയുടെ യഥാർത്ഥമായ രൂപത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് അത് ഇരിക്കുന്നത് അല്ലേ? ഒരു റൗണ്ട് ഷേപ്പിലാണ് അതിൻ്റെ യഥാർത്ഥ ആകൃതിയിലെ ഭൂമിയുടെ യഥാർത്ഥ ആകൃതിയെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ഗ്ലോബ് ഇരിക്കുന്നത്. അതായത് ഉരുണ്ടാണ് ഇരിക്കുന്നത്, റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. പിന്നെ എന്താ ഗ്ലോബിൽ കാണുന്നത്? ഓൺ എ ഗ്ലോബ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ സെമി സർക്കിൾസ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ് ആർ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എന്താണ് ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷാംശ രേഖാംശ രേഖകൾ എന്ന് പറയും. ഗ്ലോബിൽ രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ്? ഒന്നുകൂടി വായിക്കാം. ഓൺ എ ഗ്ലോബ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ സെമി സർക്കിൾസ്. സെമി സർക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർദ്ധവൃത്താകൃതിയിലാണ്. ഓക്കെ, ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ് ആർ കോൺസെൻട്രിക് സർക്കിൾസ്. കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ അക്ഷാംശ രേഖകൾ ഇങ്ങനെയാണ്. കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃത വൃത്തങ്ങളുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മനസ്സിലായോ? പിന്നെന്താണ് ഗ്ലോബിൽ കാണുന്നത്? ഈ ഗ്ലോബ് പ്രൊവൈഡ്സ് എ കംപ്ലീറ്റ് വ്യൂ ഓഫ് ദി എർത്ത് ഗിവിങ് എ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ്. എന്താ പറയുന്നത് ഇതിൽ? അതായത് ഗ്ലോബ് ഭൂമിയെ പൂർണ്ണമായിട്ടും ചിത്രീകരിക്കുന്നതിനാൽ ഒരു സമഗ്രമായ അറിവ് പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? അതായത് ഗ്ലോബ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഉരുണ്ടിരിക്കുന്നതാണ്, ഭൂമിയുടെ പോലെ അല്ലെങ്കിൽ ഭൂമിയെ യഥാർത്ഥമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഗ്ലോബ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഗ്ലോബ് ഭൂമിയെ പൂർണ്ണമായിട്ടും ചിത്രീകരിക്കുന്നതിനാൽ ഒരു സമഗ്രമായ അറിവ് പ്രദാനം ചെയ്യുന്നു. ഒരു സമഗ്രമായ അറിവ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രിഹെൻസീവായിട്ട് നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്ലോബിൻ്റെ കുറച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഒന്നുകൂടി വായിക്കാം. ദ ഗ്ലോബ് ഈസ് റൗണ്ട് ആൻഡ് റിഫ്ലെക്ട്സ് ദ ഷേപ്പ് ഓഫ് ദി എർത്ത്. ഓൺ എ ഗ്ലോബ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ സെമി സർക്കിൾസ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ് ആർ കോൺസെൻട്രിക് സർക്കിൾസ്. നെക്സ്റ്റ് എന്താണ്? എ ഗ്ലോബ് പ്രൊവൈഡ്സ് എ കംപ്ലീറ്റ് വ്യൂ ഓഫ് ദി എർത്ത് ഗിവിങ് എ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ്. നെക്സ്റ്റ് ആണ് മാപ്പ്. ഇപ്പോൾ ഗ്ലോബിനെ കുറിച്ച് നമ്മൾ കണ്ടു ഇല്ലേ? ഇനി മാപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത്? റൗണ്ട് ആയിട്ടാണോ? അല്ല. മാപ്പ് എങ്ങനെയാണ്? മാപ്പ് ഈസ് ഫ്ലാറ്റ്. മാപ്പ് എങ്ങനെയാണ്? ഫ്ലാറ്റ് ആണല്ലേ? അതായത് ഒരു പരന്ന പ്രതലത്തിലേക്ക് ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഭൂപടം അഥവാ മാപ്പ് ഇരിക്കുന്നത് അല്ലേ? ഓൺ എ മാപ്പ് ബോത്ത് ലൈൻസ് ആർ ഡെപിക്റ്റഡ് ആസ് സ്ട്രെയിറ്റ് ലൈൻസ്. എങ്ങനെയാണ് ബോത്ത് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അക്ഷാംശ രേഖാംശ രേഖകൾ എങ്ങനെയാണ് ഭൂപടത്തിൽ? 2 രേഖകളും നേർരേഖയിലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഗ്ലോബിൽ എങ്ങനെയാണ്? ലോഞ്ചിറ്റ്യൂഡ്സ് സെമി സർക്കിളായിട്ടും ലാറ്റിറ്റ്യൂഡ്സ് കോൺസെൻട്രിക് സർക്കിളായിട്ടുമാണ്. എന്നാൽ മാപ്പിൽ എങ്ങനെയാണ്? 2 ലൈൻസും സ്ട്രെയിറ്റ് ലൈനാണ്.
ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? മാപ്പിൽ. മാപ്പ് ഈസ് മോർ യൂസ്ഫുൾ ഫോർ ഗ്യാതറിങ് ഇൻഫർമേഷൻ അബൌട്ട് സ്പെസിഫിക് ഏരിയ ആൻഡ് ഫോർ നാവിഗേഷൻ. എന്താ പറയണേ അതിൽ? അതായത് ഭൂപടത്തിൽ ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതും യാത്രയ്ക്കും ഏറെ പ്രയോജനകരമാണെന്നാണ് പറയുന്നത്. ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് അല്ലെങ്കിൽ യാത്രയ്ക്ക് അതിനൊക്കെ കുറേയധികം യൂസ്ഫുൾ ആണ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഗ്ലോബും മാപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ. അപ്പോൾ അതിൻ്റെ ഷേപ്പ്, ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ലോഞ്ചിറ്റ്യൂഡിൽ എങ്ങനെയാണ്, അതിൻ്റെ യൂസ് എന്തൊക്കെയാണ്. ഓക്കെ. അപ്പോൾ അത് 3 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് അതിൽ കൊടുത്തിട്ടുള്ളത്, ടീച്ചർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നെക്സ്റ്റ് പേജിലായിട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ഗ്ലോബിൻ്റെയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മാപ്പിൻ്റെയും മേജർ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളോട് 2 ടേബിളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഏതൊക്കെ വരുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാപ്സും ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗ്ലോബിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്ലോബ്. ഓക്കെ. എ റിയൽ മോഡൽ ഓഫ് ദി എർത്ത്. എ റിയൽ മോഡൽ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്, അല്ലേ? സ്ഫെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി എർത്ത്. എന്താണ്? ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ഒരു ചിത്രീകരണമാണ്. പിന്നെ എന്താണ്? ഇറ്റ് ഗീവ്സ് എ കോംപ്രിഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദി എർത്ത് ആസ് ഇറ്റ് ഈസ് ഇല്ലസ്ട്രേറ്റഡ് കംപ്ലീറ്റ്ലി. അതായത് ഭൂമിയെ പൂർണ്ണമായിട്ടും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾസ് ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലസ്ട്രേറ്റഡ് ആസ് കോൺസെൻട്രിക് സർക്കിൾസ്. അത് നമ്മൾ മുന്നേ പഠിച്ചതാണ്, അല്ലേ? രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായിട്ടും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായിട്ടുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഗ്ലോബിൻ്റെ കിട്ടി. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തേക്കോ കേട്ടോ. നെക്സ്റ്റ് ആണ് മാപ്പ്. മാപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദി എർത്ത്, അല്ലേ? അതായത് ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണമാണ് അവിടെ കാണുന്നത്, അല്ലേ? മാപ്പ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി വോൾ എർത്ത് ഓർ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫസ്. അതായത് ഭൂമിയെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഒരു പരന്ന പ്രതലത്തിലേക്ക് ചിത്രീകരിക്കുന്നതാണ് ഭൂപടം അഥവാ മാപ്പ് എന്ന് പറയുന്നത്. ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇല്ലസ്ട്രേറ്റഡ് ആസ് സ്ട്രെയിറ്റ് ലൈൻസ്, അല്ലേ? ഒരു 2 ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ലൈൻസ് എങ്ങനെയാണ്? അതൊരു നേർരേഖയിലായിട്ടാണ്, അല്ലേ, ചിത്രീകരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, വെരി യൂസ്ഫുൾ ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഓഫ് എ സ്പെസിഫിക് പ്ലേസ് ഓർ ഫോർ പ്ലാനിങ് ദ റൂട്ട് ഫോർ ദി ട്രിപ്പ്. അതായത് ഇതിലെങ്ങനെയാണ് നമ്മൾ പഠിച്ചില്ലേ, തൊട്ട് മുന്നേ പഠിച്ചില്ലേ, നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന്, പിന്നെ യാത്രകൾക്കൊക്കെ വഴി കാട്ടുന്നതിനൊക്കെ ആയിട്ട് ഏറെ പ്രയോജനകരമാണ് ഭൂപടം അഥവാ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്തേക്കോ കേട്ടോ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മാപ്പ് എന്താണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കൊടുത്തിട്ടുണ്ട്. എന്താണ്? മാപ്സ് ആർ മെയ്ഡ് ബൈ റെപ്രസെൻറ്റിംഗ് ദ ഹോൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫസ്. സച്ച് പ്ലെയിൻ സർഫസസ് ഓൺ വിച്ച് ദ എർത്ത് ഈസ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഡെപിക്റ്റഡ് ആർ കോൾഡ് മാപ്സ്. എന്താണ് അതിൽ പറയുന്നത്? മാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പരന്ന പ്രതലങ്ങളാണ് ഭൂപടങ്ങൾ അഥവാ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ മാപ്പിനെ 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഭൂപടങ്ങളെ പ്രധാനമായിട്ടും 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഘടകങ്ങളാണെന്നറിയാമോ? ദ മാപ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ 2 ഫാക്ടേഴ്സ് ഗിവൺ ബിലോ. ഏതൊക്കെയാണ്? ദ ഫങ്ഷൻ ഓഫ് ദി മാപ്പ് ആൻഡ് സെക്കൻഡ് വൺ ദ സ്കെയിൽ ഓൺ വിച്ച് മാപ്സ് ആർ മെയ്ഡ്. എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഭൂപടങ്ങളെ 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരം? അത് ഏതൊക്കെയാണ് ഈ ഘടകങ്ങൾ എന്ന് പറയുന്നത്? ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മം, ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോത്,
എന്തൊക്കെയാണ്? ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മം, അതായത് ദ ഫങ്ഷൻ ഓഫ് ദി മാപ്പ്. നെക്സ്റ്റ് എന്തിൻ്റെ ബേസിസിലാണ്? ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോത്, ദ സ്കെയിൽ ഓൺ വിച്ച് മാപ്സ് ആർ മെയ്ഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് മാപ്പിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് നോക്കാം. ഏതൊക്കെ തരത്തിലുള്ള മാപ്പുകൾ നിങ്ങൾക്കറിയാം? പൊളിറ്റിക്കൽ മാപ്പ്, ഫിസിയോഗ്രാഫിക് മാപ്പ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്, സോയിൽ മാപ്പ്, റിസോഴ്സ് മാപ്പ്, പിന്നെ ഏതാണ്? ക്ലൈമാറ്റിക് മാപ്പ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്പുകളുണ്ട്. അതായത് വിവിധ തരത്തിലുള്ള ഭൂപടങ്ങൾ. ഏതൊക്കെ ഭൂപടങ്ങളാണ്? രാഷ്ട്രീയ ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ഗതാഗത ഭൂപടം, മണ്ണ് ഭൂപടം, വിഭവ ഭൂപടം, അതുപോലെ തന്നെ കാലാവസ്ഥ ഭൂപടം. ഇങ്ങനെ വ്യത്യസ്തമായ ഭൂപടങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, രാഷ്ട്രീയ ഭൂപടം അഥവാ പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഷോസ് സ്റ്റേറ്റ്സ്, ക്യാപിറ്റൽ, യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് ബൗണ്ടറീസ് എക്സെട്ര. ഈ പൊളിറ്റിക്കൽ മാപ്പ് അഥവാ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അതായത് അതിൽ സംസ്ഥാനങ്ങൾ, തലസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അതിരുകൾ, ഇതൊക്കെയാണ് രാഷ്ട്രീയ ഭൂപടത്തിൽ നമ്മൾ സാധാരണ ഒരു മാപ്പിൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതാണ് ഈ പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സാധാരണ ഇന്ത്യയുടെ ഒരു മാപ്പ് എന്ന് ചോദിക്കുമ്പോൾ പൊളിറ്റിക്കൽ മാപ്പ് അതിൽ എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് കാണുക? എന്തൊക്കെയാണ്? അതായത് അതിൽ സംസ്ഥാനങ്ങൾ, തലസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അതിരുകൾ, ഇതൊക്കെയാണ് അതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് പൊളിറ്റിക്കൽ മാപ്പ്. അതാണ് നമ്മൾ ശരിക്കും കണ്ടിട്ടുണ്ടാവുക. അടുത്തതാണ് ഇത് ഫിസിയോഗ്രാഫിക് മാപ്പ്. ഫിസിയോഗ്രാഫിക് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപ്രകൃതി ഭൂപടം എന്ന് പറയും. അതിൽ മെയിനായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്, ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഉപരിതല സവിശേഷതകളായ പർവ്വതങ്ങൾ, നദികൾ, സമതലങ്ങൾ, പീഠഭൂമികൾ, മരുഭൂമികൾ, സമുദ്രങ്ങൾ, ഇവയൊക്കെ ഇതൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എവിടെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുള്ളതിലാണ്. അതാണ് എന്ത്? ഭൂപ്രകൃതി ഭൂപടം എന്ന് പറയുന്നത്, അതായത് ഫിസിയോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്നത്. ദിസ് ഷോസ് ലാൻഡ് ഫോംസ് സച്ച് ആസ് മൗണ്ടെയ്ൻസ്, റിവേഴ്സ്, പ്ലെയിൻസ്, പ്ലാറ്റ്യൂസ്, ഡെസേർട്ട്സ് ആൻഡ് ഓഷ്യൻസ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ മാപ്പ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗത ഭൂപടം. എന്തായിരിക്കും ഗതാഗത ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും? നിങ്ങൾക്കറിയാം, ഗതാഗത ഭൂപടം എന്ന് പറഞ്ഞാൽ ഗതാഗതം, ട്രാൻസ്പോർട്ടേഷൻ, എന്തൊക്കെയായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്? ഏതൊക്കെയാണ്? നമ്മുടെ റോഡ് മാർഗങ്ങൾ, റെയിൽവേ, ജലഗതാഗത മാർഗങ്ങൾ എന്നിവയൊക്കെ. പ്രധാന റോഡ്, ദേശീയ സംസ്ഥാന പാതകൾ, റെയിൽവേ, ജലഗതാഗത മാർഗങ്ങൾ എന്നിവയൊക്കെയാണ് ഗതാഗത ഭൂപടം അഥവാ ട്രാൻസ്പോർട്ടേഷൻ മാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദിസ് ഷോസ് മേജർ റോഡ്സ്, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേസ്, റെയിൽവേസ് ആൻഡ് വാട്ടർവേസ്. അതൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ മാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് സോയിൽ മാപ്പ് എന്ന് പറയുന്നത്. സോയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ മണ്ണ് ഭൂപടം. എന്താണ് മണ്ണ് ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക? അതെ, അതായത് വിവിധ പ്രദേശങ്ങളിലെ വ്യത്യസ്ത മണ്ണിനങ്ങൾ, മണ്ണിൻ്റെ ഘടന, ഫലപുഷ്ടി തുടങ്ങിയവയൊക്കെയാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അതാണ് സോയിൽ മാപ്പ്. നമുക്ക് മനസ്സിലാവും, അതായത് ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് അതിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദിസ് ഷോസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഇൻ വേരിയസ് റീജിയൻസ്, സോയിൽ കോമ്പോസിഷൻ ആൻഡ് ഫെർട്ടിലിറ്റി. ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, സോയിൽ മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് റിസോഴ്സ് മാപ്പ്, വിഭവ ഭൂപടം എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ്? ദിസ് ഷോസ് നാച്ചുറൽ റിസോഴ്സസ്, അഗ്രികൾച്ചറൽ റിസോഴ്സസ്, ലാൻഡ് യൂസ് ആൻഡ് എക്കണോമിക് ഇൻഫർമേഷൻ എക്സെട്ര. എന്തൊക്കെയാണ് അതിൽ? പ്രകൃതി വിഭവങ്ങൾ, കാർഷിക വിഭവങ്ങൾ, ഭൂവിനിയോഗം, സാമ്പത്തിക വിവരങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് വിഭവ ഭൂപടത്തിൽ അഥവാ റിസോഴ്സസ് മാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ക്ലൈമറ്റിക് മാപ്പ്. ക്ലൈമറ്റിക് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ ഭൂപടം. ക്ലൈമറ്റിക് മാപ്പ് എന്തായിരിക്കും കാലാവസ്ഥ, അല്ലേ? അതായത് വിവിധ കാലാവസ്ഥ മേഖലകൾ, താപനില, അന്തരീക്ഷത്തിൻ്റെ സ്ഥിതി, ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലൈമറ്റിക് മാപ്പിൽ. This includes various climatic regions, temperature levels and atmospheric conditions. ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ക്ലൈമറ്റിക് മാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഓക്കെ, അതിൻ്റെ ചിത്രങ്ങളാണ് നമ്മൾ മുന്നേ കണ്ടില്ലേ. ഇത് പൊളിറ്റിക്കൽ മാപ്പ്, ഫിസിയോഗ്രാഫിക് മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ, സോയിൽ മാപ്പ്, റിസോഴ്സ് മാപ്പ്, ക്ലൈമറ്റിക് മാപ്പ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാപ്പുകളെ അല്ലെങ്കിൽ ഭൂപടത്തിന് ജനറലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ബേസിൽ? അതിൻ്റെ ഫങ്ഷൻ്റെ ബേസിസിൽ. മാപ്സ് ക്യാൻ ജനറലി ബി ക്ലാസിഫൈഡ് ഇൻ ടു ബേസ്ഡ് ഓൺ ദർ ഫങ്ഷൻസ്. അതിൻ്റെ ഫങ്ഷൻ, മാപ്പിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് മാപ്പിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്. ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്, അതായത് ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഭൗതിക ഭൂപടങ്ങളും പിന്നെ സാംസ്കാരിക ഭൂപടങ്ങളും. ഫിസിക്കൽ മാപ്പും അതുപോലെ തന്നെ കൾച്ചറൽ മാപ്സ് എന്ന് പറയുന്നത്. എന്താണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാപ്സ് ദാറ്റ് ഡെപിക്റ്റ് നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് എ റീജിയൻ സച്ച് ആസ് ടോപ്പോഗ്രാഫി, സോയിൽ, റിവേഴ്സ്, ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ. എന്താണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭൗതിക ഭൂപടങ്ങൾ. അതിൽ ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിച്ചിരിക്കുന്ന മാപ്പാണ് അല്ലെങ്കിൽ ഭൂപടങ്ങളാണ് എന്ത്? ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് കൾച്ചറൽ മാപ്സ് എന്ന് പറയുന്നത്. കൾച്ചറൽ മാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരിക ഭൂപടങ്ങൾ. സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്സ് ദാറ്റ് ഡെപിക്റ്റ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഓർ കൾച്ചറൽ ഫീച്ചേഴ്സ്. അതായത് അതിൽ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഇത് സാംസ്കാരിക ഭൂപടങ്ങൾ. ഉദാഹരണമായിട്ട് രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ, പിന്നെ റോഡുകൾ, റെയിൽ പാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതൊക്കെ ആ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ അഥവാ എന്ത്? കൾച്ചറൽ മാപ്സ്. Maps that depict man-made features or cultural features. Example, political divisions such as countries, states and districts and roads, railways, ports, population distribution, etc. ഓക്കെ, അപ്പോൾ അതിൻ്റെ ധർമ്മത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ എന്തിന് മാപ്പിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? എനിക്ക് ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്സും, ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും. ഓക്കെ, ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നത്, അതായത് മണ്ണ്, നദികൾ, കാലാവസ്ഥ, അതൊക്കെ. സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നത്, അതായത് രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, തുറമുഖങ്ങൾ, റോഡുകൾ, റെയിൽ പാതകൾ, അതൊക്കെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന ഒരു ഭൂപടമാണ് എന്ത്? സാംസ്കാരിക അഥവാ കൾച്ചറൽ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി പഠിച്ചേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, മാപ്പിനെ ഇതിൻ്റെ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പും, ഭൗതിക ഭൂപടം അതുപോലെ തന്നെ സാംസ്കാരിക ഭൂപടം. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഏതൊക്കെ മാപ്പുകളാണ് ഉൾപ്പെടുന്നത്? ഫിസിക്കൽ മാപ്പിൽ ഏതൊക്കെയാണ്? ഫിസിക്കൽ മാപ്പിനെ ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്ത ഫിസിക്കൽ മാപ്പ്, ഫസ്റ്റത്തെ ഫിസിക്കൽ മാപ്പല്ലേ നമ്മൾ വിളിച്ച ഭൗതിക ഭൂപടം, അതിലേതൊക്കെയാണ് ഉൾപ്പെടുന്നത്? സോയിൽ മാപ്പ്, ഫിസിയോഗ്രാഫിക് മാപ്പ്, ക്ലൈമറ്റിക് മാപ്പ്, വെജിറ്റേഷൻ മാപ്പ്, റിവർ മാപ്പ്. ഓക്കെ, നെക്സ്റ്റ് ആണ് കൾച്ചറൽ മാപ്സ്. കൾച്ചറൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൾച്ചറൽ മാപ്പ് എന്ന് പറഞ്ഞാൽ അതായത് എന്താ പറയുക, സംസ്ഥാനങ്ങൾ, റെയിൽവേ ഗതാഗതം, റെയിൽ പാതകൾ, അതൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള മനുഷ്യനിർമ്മിതമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള എന്താ പറയുക മാപ്പാണ് ഇത് കൾച്ചറൽ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലേതൊക്കെ പെടും? പൊളിറ്റിക്കൽ മാപ്പ്, പോപ്പുലേഷൻ, ഇക്കണോമിക് മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്. ഓക്കെ, അപ്പോൾ ഇതും ഒന്ന് നോട്ട് ചെയ്തേക്കോ കേട്ടോ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ 2 കോളം എയും ബിയും എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇത് വിവിധ ഭൗമോപരിതല സവിശേഷതകളും അവ ചിത്രീകരിച്ചിട്ടുള്ള ഭൂപടങ്ങളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വരകൾ ഉപയോഗിച്ച് ചേരുംപടി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. Column A and B give a various features on the surface of the earth and names of the map on which they are depicted. Connect them with the lines. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആൻസറാണ് ഇപ്പോഴത്തെ എഴുതിയിരിക്കുന്നത്. എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ ഏതായിരിക്കും വരിക? മാപ്പ് ക്ലൈമറ്റിക് മാപ്പ് അല്ലേ? റെയിൻ എന്ന് പറഞ്ഞൊരു കാലാവസ്ഥ ഇതായിട്ടുള്ള ഒരു മാപ്പാണ് അല്ലേ? അപ്പോൾ ക്ലൈമറ്റിക് മാപ്പാണ്. ഫോറസ്റ്റ് ഏരിയ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതാണ്? വെജിറ്റേഷൻ മാപ്പ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാഡി ഫീൽഡ്,
ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാഡി ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽപ്പാടങ്ങളുടെ വിതരണം. അതിന് ഏത് മാപ്പാണത് ആശ്രയിച്ചിരിക്കുന്നത്? അഗ്രികൾച്ചറൽ മാപ്പ് അല്ലേ. റോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ശൃംഖല. അതൊക്കെ ഏത് മാപ്പ്? ട്രാൻസ്പോർട്ടേഷൻ മാപ്പ് അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ മാച്ച് ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മൾ കുറേ അധികം ഭൂപടങ്ങൾ അല്ലെങ്കിൽ കുറേ അധികം മാപ്പുകൾ പരിചയപ്പെട്ടു ഇല്ലേ. ഇനി ഓരോന്നും വിവിധ ഭൗമോപരിതല സവിശേഷതകളൊക്കെ ചിത്രീകരിക്കുന്നതാണ്. ഓരോ മാപ്പിനും ഓരോരോ പ്രത്യേകതകളുണ്ട് അല്ലേ. ഇപ്പോൾ ഓരോരോ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഓരോ സവിശേഷതകളെ ചിത്രീകരിച്ചിട്ടുള്ളതാണ് ഓരോരോ മാപ്പ് എന്ന് പറയുന്നത്. എന്തിനാ അത് ഈ സവിശേഷതകൾ വ്യത്യസ്ത മാപ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? എല്ലാം കൂടി ഒന്നിൽ ചിത്രീകരിച്ച പോരെ? എന്തിനായിരിക്കും അങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ഇവിടെ 2 മാപ്പുകൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഈ ഒന്നാമത്തെ ഭൂപടത്തിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ വിതരണത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ മാപ്പിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തേൽ ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണവും ആണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ രണ്ടും കൂടി ഒരുമിച്ച് ഒരു ഭൂപടത്തിൽ ചിത്രീകരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഭൂപടങ്ങളിലെയും വിവരങ്ങൾ കൂടിക്കലർന്ന് നമുക്ക് കുറേയധികം നമുക്ക് കുറേയധികം കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങൾ നമുക്ക് വളരെയധികം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലേ. എല്ലാം കൂടിയിട്ട് ഇപ്പോൾ ഈ രണ്ട് മാപ്പുകളും കൂടിയിട്ട് ഒറ്റ മാപ്പിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ നമ്മൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമുക്ക് എന്തൊക്കെയാണ് ഒരെണ്ണത്തിൽ മണ്ണിനെ കുറിച്ചിട്ടുള്ളത്, മറ്റേതിൽ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് തരത്തിലുള്ളൊരു ഇതാണ്. സോയിലിനെ കുറിച്ചും നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചിട്ടുള്ളതും. അപ്പോൾ രണ്ടും കൂടി ഒരെണ്ണത്തിലാക്കുമ്പോൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമുക്ക് കുറേയധികം നമുക്ക് തന്നെ ഭയങ്കര കളക്ഷൻ ഓഫ് കോംപ്ലക്സ്, എല്ലാ ഡാറ്റയും കൂടി ഒരുമിച്ചല്ലേ ഒരെണ്ണത്തിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ സവിശേഷതകൾ ഓരോരോ മാപ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ പ്രത്യേക ഒരു വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ എന്ത് പറയാമെന്നറിയോ? വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്നാണ് പറയാം. ഓരോരോ ഒരു പ്രത്യേക സവിശേഷതകൾ മാത്രം ചിത്രീകരിച്ചിട്ടുള്ള ഇതുപോലത്തെ മാപ്പിന് എന്താ പറയുക? തീമാറ്റിക് മാപ്പ് അഥവാ വിഷയാധിഷ്ഠിത മാപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ. The maps that thus focus on a particular topic or a specific theme are called thematic map. ഇപ്പോൾ ഇത് രണ്ട് തരം തീമിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റത്തെ എന്താണ്? സോയിൽ ഡിസ്ട്രിബ്യൂഷനാണ്. സെക്കൻഡ് മാപ്പ് ഏതാണ്? ഇതിൽ നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ രണ്ട് തരം തീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ സ്പെസിഫിക് ടോപ്പിക്കിനെ പർട്ടിക്കുലർ ടോപ്പിക്കിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ചിത്രീകരിച്ചിട്ടുള്ള മാപ്പുകളാണ്. സോ ഇതുപോലത്തെ പ്രത്യേക വിഷയം മാത്രം തിരഞ്ഞെടുത്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന മാപ്പുകൾ, അതുപോലത്തെ മാപ്പുകളാണ് ഏത്? തീമാറ്റിക് മാപ്പ് അഥവാ വിഷയാധിഷ്ഠിത മാപ്പ് എന്ന് പറയുന്നത്, ഭൂപടം എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം നമ്മൾ ഭൂപടങ്ങളെ അല്ലെങ്കിൽ മാപ്പിനെയൊക്കെ അതിൻ്റെ ഫങ്ഷൻ രീതിയിലൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടൊക്കെ നമ്മൾ കണ്ടു ഇല്ലേ. ഇനി ഭൂപടങ്ങളെ തയ്യാറാക്കിയിരിക്കുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ എങ്ങനെയൊക്കെ വർഗീകരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഭൂപടങ്ങളൊക്കെ ഒരു നിശ്ചിത അളവ് അല്ലെങ്കിൽ ഒരു തോത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം എന്താണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനായിട്ടുള്ള തോത് എന്ന് പറയുന്നത്? എന്താണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള തോത് എന്ന് പറയുന്നത്? നമ്മുടെ ക്ലാസ് റൂമിൻ്റെ രൂപരേഖ ഒരു നോട്ട് ബുക്കിൽ നമ്മുടെ വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വരച്ച ഓരോ രൂപരേഖകളും ഒരുപോലെയാണോ ഇരിക്കുക? അല്ല, എല്ലാവരുടെയും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? കാരണം നിങ്ങൾ ഒരു പൊതുവായ ഒരു അളവിലല്ല അല്ലെങ്കിൽ ഒരു തോതിലല്ല രൂപരേഖകൾ തയ്യാറാക്കിയിട്ടുള്ളത് അല്ലേ. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഒരു അളവ് തോതിലൊക്കെയാണ് ആ രൂപരേഖകൾ വരച്ചിട്ടുണ്ടാവുക അല്ലേ. എല്ലാവരും ഒരുപോലെയല്ല. കൃത്യമായ അളവിൽ ക്ലാസ് റൂമിൻ്റെ യഥാർത്ഥ വിസ്തൃതിയിൽ ഒരു രൂപരേഖ വരയ്ക്കുക സാധ്യമാണോ? അല്ല അല്ലേ.
അതായത് ഇത്ര അളവിൽ, അപ്പോൾ അത്രയും വലിയൊരു വിസ്തൃതിയിലുള്ള എന്ത് വേണം, നമുക്ക് പേപ്പറൊക്കെ വേണം അല്ലേ. അപ്പോൾ നമുക്ക് സാധ്യമാണോ? അല്ല. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ഒരു രൂപരേഖ വരയ്ക്കാൻ തന്നെ നമുക്ക് വലിയ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കടലാസൊക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കണമെങ്കിൽ സാധ്യമല്ല. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ മൊത്തം കാര്യം എടുത്താൽ എന്തായിരിക്കും? ഒരു പ്രദേശത്തിൻ്റെ ഭൂപടം കൃത്യമായ അളവിൽ യഥാർത്ഥ വിസ്തൃതിയിലും തയ്യാറാക്കുന്നതിന് ആ പ്രദേശത്തിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ളൊരു പ്രതലം അല്ലെങ്കിൽ കടലാസ് ആവശ്യമാണ്. അങ്ങനത്തെ ഒരു കാര്യം സാധ്യമാണോ? അങ്ങനെ നമുക്കെങ്ങനെ അതങ്ങനെ വരയ്ക്കാൻ പറ്റുക? അത്രയും വലിയ കടലാസ് ഉണ്ടോ? അല്ലെങ്കിൽ അത്രയും വലിയൊരു പ്രദേശത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുക എങ്ങനെയാണ്? അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? തോത് ഉപയോഗിക്കുന്നത്. തോതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയില്. ഓക്കെ, അപ്പോൾ ലെറ്റ് us prepare the sketch of the classroom based on a scale. അതായത് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ രൂപരേഖ ഒരു തോതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി നോക്കാമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. Imagine that the breadth and length of the classroom is 5 meter and 10 meter respectively. അതായത് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ വീതിയും നീളവും 5 മീറ്ററും അതുപോലെ 10 മീറ്ററും ആണെന്ന് നമ്മൾ ഒന്ന് വിചാരിക്കുക. സപ്പോസ് വി ടേക്ക് 1 meter ഓഫ് ദി ക്ലാസ് ആസ് 1 centimeter ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ അവർ നോട്ട് ബുക്ക്. അതായത് 1 meter എന്ന് പറഞ്ഞാൽ 1 centimeter ആയിട്ട് നമ്മൾ സങ്കല്പിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ നോട്ട് ബുക്കിൽ അത് ഡ്രോ ചെയ്യാം. If so, can't we draw a rectangle that measures 5 centimeter of the breadth and 10 centimeter of the length? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ലാസ് റൂമിൻ്റെ രൂപരേഖ നമ്മൾ നോട്ട് ബുക്കിൽ വരയ്ക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു ദീർഘചതുരം നമുക്ക് വരയ്ക്കാനാവില്ലേ? വരയ്ക്കാൻ പറ്റുമല്ലേ? ഇല്ലേ? അതായത് 5 മീറ്ററും 10 മീറ്ററും നമ്മൾ എന്തായിട്ട് കരുതുക? 5 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമുള്ള ഒരു അങ്ങനത്തെ ഇതായിട്ട് കരുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോട്ട് പുസ്തകത്തിൽ വരയ്ക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ 1 മീറ്ററിനെ 1 സെൻറ്റിമീറ്റർ ആയിട്ട് സങ്കല്പിച്ചിട്ട് നമ്മുടെ നോട്ട് പുസ്തകത്തിൽ വെച്ച് നമുക്ക് തീർച്ചയായിട്ടും വരയ്ക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ നോർത്ത് ഡിറക്ഷനും കൂടിയിട്ട് ഒരുപോലെ നോർത്ത് ഡിറക്ഷനും അതേ വടക്ക് ദിശ കൂടി കണ്ടെത്തിയിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ വരയ്ക്കുന്ന രൂപരേഖകൾ എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കും അല്ലേ? അപ്പോൾ അതിന് ശേഷം രൂപരേഖയിലെ 1 സെൻറ്റിമീറ്റർ ക്ലാസ് റൂമിലെ 1 മീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്ന് കൂടി എഴുതി വയ്ക്കുക. 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ. അതാണ് രൂപരേഖയുടെ തോത് എന്ന് പറയുന്നത്. രൂപരേഖയുടെ തോത് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ബിലോ ആൻഡ് സ്കെച്ച് ദാറ്റ് 1 centimeter of the sketch represents 1 meter of the class. 1 centimeter is equal to 1 meter. This is the scale of the sketch. The ratio of the distance between the classroom and the sketch is the scale that we use to draw the sketch. അതായത് ക്ലാസ് മുറിയിലെ അകലവും രൂപരേഖയിലെ അകലവും തമ്മിലുള്ള ഈ അനുപാതത്തിനെയാണ് നമ്മൾ വരച്ച രൂപരേഖയുടെ തോതെന്ന് പറയുന്നത്. ക്ലാസ് റൂമിലെ അകലവും അതുപോലെ തന്നെ രൂപരേഖയിലെ അകലവും തമ്മിലുള്ള ഒരു അനുപാതമാണ് നമ്മൾ വരച്ച രൂപരേഖയുടെ തോതെന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ക്ലാസ് റൂമിൻ്റെ രൂപരേഖ വരയ്ക്കുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് തോത് അടിസ്ഥാനമാക്കി ഭൂപടങ്ങളും തയ്യാറാക്കുന്നത്. ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിൻ്റെ തോതെന്ന് പറയുന്നത്. ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിൻ്റെ തോത് എന്ന് പറയുന്നത്. മനസ്സിലായോ? The ratio between the actual distance on the earth and distance marked on the maps is the scale of a map. എന്താണ്? The ratio between the actual distance on earth and the distance marked on maps is the scale of the map എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിൻ്റെ തോത്. ഓക്കെ,
ഇപ്പോൾ ഒരു ഭൂപടത്തിന് തോത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഭൂപടത്തിന് തോത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ എന്നാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഈ ഭൂപടത്തിൻ്റെ 1 സെൻറ്റിമീറ്റർ അകലം ഭൂമിയിലെ 1 കിലോമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഈ തോത് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭൂപടത്തിൻ്റെ റോഡിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ നീളം എത്രയായിരിക്കും? 10 കിലോമീറ്റർ ആയിരിക്കും. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ആണെങ്കിൽ 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 കിലോമീറ്റർ ആയിരിക്കും. അതാണ് ആ ഭൂപടത്തിൻ്റെ തോതെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒന്ന് ചോദിക്കട്ടെ, എ എന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്കുള്ള ഭൂപടത്തിലെ റോഡിലെ ദൂരം 23 സെൻറ്റിമീറ്റർ ആണെങ്കിൽ യഥാർത്ഥ ദൂരം മുകളിൽ തന്നിട്ടുള്ള തോതനുസരിച്ച് എപ്രകാരമായിരിക്കും? 23 കിലോമീറ്റർ ആയിരിക്കും അല്ലേ? ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മാപ്പുകളെ എന്തിൻ്റെ ബേസിൽ? അതിൻ്റെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ ബേസ്ഡ് ഓൺ സ്കെയിൽ മാപ്പിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ സ്കെയിൽ. ലാർജ് സ്കെയിൽ മാപ്പ് ആൻഡ് സ്മോൾ സ്കെയിൽ മാപ്പ്. എന്തൊക്കെയാണ്? മാപ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ സ്കെയിൽ. അതിൻ്റെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലാർജ് സ്കെയിൽ മാപ്പ് ആൻഡ് സ്മോൾ സ്കെയിൽ മാപ്പ്. ഭൂപടങ്ങളെ അതിൻ്റെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വലിയ തോത് ഭൂപടങ്ങളെന്നും ചെറിയ തോത് ഭൂപടങ്ങളെന്നും. ലാർജ് സ്കെയിൽ മാപ്പ് ആൻഡ് സ്മോൾ സ്കെയിൽ മാപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് വലിയ തോത് ഭൂപടങ്ങൾ അഥവാ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നതാണ് ഏത്? വലിയ തോത് ഭൂപടങ്ങൾ അഥവാ എന്ത്? ലാർജ് സ്കെയിൽ മാപ്പ്. ഡെപിക്ട്സ് മോർ ഇൻഫോർമേഷൻ അബൌട്ട് സ്മോൾ ഏരിയ. ഒരു ചെറിയ സ്മോൾ ഏരിയയെ കുറിച്ചിട്ട് ഉള്ള കുറേ വിവരങ്ങൾ ചിത്രീകരിക്കുന്നതാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം എന്ന് പറയുന്നത് ധരാതലീയ ഭൂപടം, വില്ലേജ് ഭൂപടം. അതായത് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്, വില്ലേജ് മാപ്പ്, ഇതൊക്കെയാണ് ലാർജ് സ്കെയിൽ മാപ്പിനുള്ള എക്സാമ്പിളുകൾ. അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്റർ, 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/4 കിലോമീറ്റർ, അങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നത്. നെക്സ്റ്റാണ് സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. ചെറിയ തോത് ഭൂപടങ്ങൾ. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ അഥവാ സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കേവല വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്ന ഒരു ഭൂപടം. ഡെപിക്ട്സ് ഓൺലി ലെസ് ഇൻഫോർമേഷൻ ഓഫ് എൻ ഏരിയ. ഒരു ഏരിയയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ, വളരെ ആവശ്യത്തിനുള്ള വിവരങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു മാപ്പാണ് സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? വേൾഡ് മാപ്പ്, മാപ്പ് ഓഫ് ഇന്ത്യ, മാപ്പ് ഓഫ് കേരള, ഇതൊക്കെയാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞത്. ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം, കേരളത്തിൻ്റെ ഭൂപടം, ഇതൊക്കെയാണ് ചെറിയ തോത് ഭൂപടം അഥവാ സ്മോൾ സ്കെയിൽ മാപ്പിനുള്ള എക്സാമ്പിളുകൾ. അതെങ്ങനെയാണ്? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്ററിനാണ് അതിൻ്റെ തോതെന്ന് പറയുന്നത്. 1 സെൻറ്റിമീറ്റർ 10 കിലോമീറ്റർ, അങ്ങനെയാണ് അത് ചിത്രീകരിക്കുക. ഓക്കെ, ഇനി നമ്മളിപ്പോൾ കണ്ടില്ലേ വലിയ തോത് ഭൂപടങ്ങൾ, ചെറിയ തോത് ഭൂപടങ്ങൾ അഥവാ ലാർജ് സ്കെയിൽ മാപ്പ്, സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടു. അതിൻ്റെ സവിശേഷതകളൊക്കെ കണ്ടു, ഏതൊക്കെയാണെന്നെങ്ങനെ ഏതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ കണ്ടു. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മളിതിൽ കണ്ടില്ലേ. ഇനി അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഒരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒരു നോട്ട് തയ്യാറാക്കുക കേട്ടോ. ഓക്കെ, ഇത് തന്നെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അതൊന്നും കൂടി ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതുക. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു സെൻറ്റൻസിലായിട്ട് എഴുതുക. ഓക്കെ, ഇത് റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ മാപ്പ് റീഡിങ്. നമുക്കൊരു മാപ്പ് റീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാപ്പ് വായിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്?
നമുക്ക് എങ്ങനെ എന്താ ആ മാപ്പിൽ നമ്മൾ നോക്കും. പെട്ടെന്നൊരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, കുറേ കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ഇല്ലേ? അത് എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളെ ഒരു മാപ്പ് വായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാപ്പ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സാണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് ടൈറ്റിൽ, സ്കെയിൽ, ഡിറക്ഷൻ, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, കൺവെൻഷണൽ കളേഴ്സ് ഓർ സിംബൽസ്, ഇൻഡെക്സ്. എന്തൊക്കെയാണ് ഒന്നുകൂടി വായിക്കാം. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഭൂപടത്തിൻ്റെ അല്ലെങ്കിൽ ആ മാപ്പിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. എന്താണ് മാപ്പിൽ കൊടുത്തിട്ടുള്ളത്, എന്തിനെ കുറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്? തലക്കെട്ട്. അതാണ് ഫസ്റ്റത്തെ ഒരു ഘടകം എന്ന് പറയുന്നത്. ഭൂപട വായനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റത്തെ ഒരു ഫാക്ടർ എന്താണ്? തലക്കെട്ടാണ്. നെക്സ്റ്റ് വരുന്നതാണ് തോത് അഥവാ സ്കെയിൽ. നെക്സ്റ്റ് എന്താണ്? ദിക്ക് അല്ലെങ്കിൽ ഡിറക്ഷൻ. നെക്സ്റ്റ് ഏതാണ്? ലാറ്റിറ്റ്യൂഡ് അല്ലേ, അക്ഷാംശരേഖ. പിന്നത്തെ ലോഞ്ചിറ്റ്യൂഡ്, എന്താ? രേഖാംശരേഖ. നെക്സ്റ്റ് എന്താണ്? കൺവെൻഷണൽ കളേഴ്സ് ആൻഡ് സിംബൽസ്, അതായത് അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങൾ. പിന്നെ എന്താണ്? ഇൻഡെക്സ് അഥവാ സൂചിക. ഇതൊക്കെയാണ് ഒരു ഭൂപട വായനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഭൂപടം കൃത്യമായിട്ട് വായിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഇത് ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താ? ഒരു ഭൂപടം വായിക്കാൻ ആവശ്യമായ ഫസ്റ്റ് ഫാക്ടർ ഏത് നമ്മൾ പഠിച്ചത്? ടൈറ്റിൽ അഥവാ തലക്കെട്ട്. നമ്മൾ ഒരു ഭൂപടം അല്ലെങ്കിൽ ഒരു മാപ്പ് ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ എന്താ നോക്കുക? നമ്മൾ ആദ്യം ഫസ്റ്റ് ആ പിക്ചർ നോക്കും. ഓക്കെ, കറക്റ്റാണ്. പിക്ചർ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ എന്താണ് അതിന് ഹെഡിങ് നോക്കും അല്ലേ? എന്താണ് അതിനെ, ആ മാപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നോക്കുക? അതിൻ്റെ തലക്കെട്ട് നോക്കും, അതിൻ്റെ ടൈറ്റിൽ നോക്കും, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കും ഇല്ലേ? അപ്പോൾ ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ദ മേജർ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഈസ് ഡെപിക്റ്റഡ് ഓൺ എ മാപ്പ്. ഒബ്സർവ് ദ ടൈറ്റിൽ ഓഫ് ദി ഗിവൺ മാപ്പ്. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് എന്താ നോക്കുക? ആ ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതയാണ് അത് ആ തലക്കെട്ട് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത്. ആ ഭൗമോപരിതല സവിശേഷതയാണ് ആ തലക്കെട്ടായിട്ട് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള തലക്കെട്ട് നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? കേരള ഫിസിയോഗ്രാഫി അല്ലേ? കേരള ഫിസിയോഗ്രാഫി, അതാണ് അതിൻ്റെ തലക്കെട്ട്. അതിനെ കുറിച്ചിട്ടാണ് ആ ഭൂപടം നമ്മളെ കാണിച്ചിരിക്കുന്നത്. ഫിസിയോഗ്രാഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കേരള ആർ ഡെപിക്റ്റഡ് ഓൺ ദ മാപ്പ്. അതിൽ ഫിസിയോഗ്രാഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിൽ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ തലക്കെട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഫസ്റ്റ് ഫാക്ടർ ഏതാണ്? ടൈറ്റിലാണ്. നെക്സ്റ്റ് ഏതാണ്? സ്കെയിലാണ് അല്ലേ, തോതാണ് അല്ലേ. മാപ്സ് ആർ മെയ്ഡ് ബേസ്ഡ് ഓൺ ദി സ്കെയിൽ. മാപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ തോതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. സ്കെയിൽ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദി ടു പ്ലേസസ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ദ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഓഫ് ദി സെയിം പ്ലേസസ് ഓൺ ദി മാപ്പ്. അതായത് ഭൂതലത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ രണ്ട് സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള അനുപാതമാണ് എന്ത് പറയുന്നത്? തോത് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ദി ടു പ്ലേസസ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഓഫ് ദി സെയിം പ്ലേസസ് ഓൺ ദി മാപ്പ്. അതിൻ്റെ റേഷ്യോ ആണ് അതിൻ്റെ തോത് എന്ന് പറയുന്നത് അല്ലേ. ദ ലെങ്ത് ഓഫ് എ റിവർ, എ റോഡ് ഓർ എ റെയിൽവേ ഓർ ദ ഏരിയ ഓഫ് എ റീജിയൻ or extent of geographical phenomenon is calculated accurately using this scale. അതായത് ഒരു നദിയുടെയോ അല്ലെങ്കിൽ റോഡിൻ്റെയോ അല്ലെങ്കിൽ റെയിൽപാതയുടെ നീളം, ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയോ അല്ലെങ്കിൽ ഒരു ഭൗമോപരിതല സവിശേഷതയോ അതിൻ്റെ വ്യാപ്തിയൊക്കെ ഒരു ഭൂപടം ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കുന്നത് ഈ തോത് അടിസ്ഥാനപ്പെടുത്തിയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മളോട് ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു റീജിയൻസ് ആൻഡ് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദി റോഡ്, ദ റിവർ ആൻഡ് ദ റെയിൽവേ ലൈൻസ് ബേസ്ഡ് ഓൺ ദ സ്കെയിൽ ഓൺ ദി മാപ്സ്. അതായത് നമ്മളോടൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്.
നമ്മുടെ ഭൂപടങ്ങളിലെ തോത് അടിസ്ഥാനമാക്കിയുള്ള പ്രദേശങ്ങൾ തമ്മിലുള്ള അകലം, റോഡിൻ്റെയും നദിയുടെയും അല്ലെങ്കിൽ റെയിൽപാതകളുടെയൊക്കെ യഥാർത്ഥ നീളം എന്നിവയൊക്കെ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? യൂസ് എ ട്വൈൻ ആസ് സീൻ ഇൻ ദ പിക്ചർ ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി റോഡ് ആൻഡ് ദ റിവർ. അതായത് ഒരു ട്വൈൻ ഉപയോഗിച്ചിട്ടൊരു നൂലുപയോഗിച്ചിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഈ റിവറിൻ്റെയും അതുപോലെ തന്നെ റോഡിൻ്റെ ഒക്കെ ലെങ്ത്ത് അളന്നിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി റോഡ് ദ റിവർ യൂസിങ് ദ ട്വൈൻ, ദെൻ മെഷർ ഇറ്റ് ഈസ് ഇൻ ദ സ്കെയിൽ. സ്കെയിലിൽ ആ അളവുകൾ നോക്കുക. ഫൈൻഡ് ദ ആക്ച്വൽ ലെങ്ത് ബേസ്ഡ് ഓൺ ദ സ്കെയിൽ ഓൺ ദ മാപ്പ്. അവിടെ എങ്ങനെയാണ് ആക്ച്വൽ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത് 1 കിലോമീറ്റർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ എങ്ങനെയാണ് അതിൽ നമ്മൾ ആ ട്വൈനിൽ അളന്നിട്ട് സ്കെയിലിൽ അളക്കുക. ആ ട്വൈൻ എത്രയാണ്, ആദ്യം റോഡ് എടുക്കുകയാണെങ്കിൽ ആ റോഡിൻ്റെ നീളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിവർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നീളമുള്ളത് ആ ട്വൈനിൽ അളക്കുക. അളന്നിട്ട് അത് നമ്മളോട് ആ അളവ് വെച്ചിട്ട് സ്കെയിലിൽ എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് ഇത്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്ര കിലോമീറ്റർ എന്നാണ് അർത്ഥം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ തോതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അളക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ആണെന്ന് വെച്ച് 7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എത്രയായിരിക്കും? 7 കിലോമീറ്റർ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എഴുതാം. ഓക്കെ, ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പൊതുവെ 3 രീതികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് 3 മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു റെക്കോർഡ് ദ സ്കെയിൽ ഓൺ ദി മാപ്പ്. ഓക്കെ, ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് 3 രീതികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ സ്കെയിൽ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ സ്കെയിൽ എന്ന് പറഞ്ഞാൽ പ്രസ്താവന രീതി. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ സ്കെയിൽ എന്ന് പറഞ്ഞാൽ? 1 സെൻറ്റിമീറ്റർ ഓൺ ദി മാപ്പ് ഇൻഡിക്കേറ്റ് 1 കിലോമീറ്റർ ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മാപ്പിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് എന്താണ്? 1 കിലോമീറ്റർ ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് ആണ്. അതായത് ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്റർ അകലം എന്ന് പറയുന്നത് ഭൂതലത്തിൽ 1 കിലോമീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ = 1 കിലോമീറ്റർ എന്നാണ്. അത് ഏതൊരാൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇത്. ഫസ്റ്റത്തെ ഏതാണ് പറഞ്ഞത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ സ്കെയിൽ. നെക്സ്റ്റ് വരുന്നതാണ് ഇത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് RF. അതായത് റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നക രീതി എന്ന് പറയും. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നക രീതി എന്ന് പറയും. അതായത് RF = 1:1 എത്ര? 1:1 lakh എന്ന രീതിയിൽ തോതുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും. RF = 1:, അല്ലെങ്കിൽ 1:, എത്രയാണ് 1 lakh എന്ന് പറഞ്ഞുള്ള രീതിയിലൊക്കെ എഴുതിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിനെയാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, RF = 1:1 lakh. This method is called representative fraction. This indicates that 1 unit in the map is equal to 1 lakh unit on the surface of the earth. അതായത് ഇതിൽ 1 യൂണിറ്റ് ദൂരം എന്ന് പറയുന്നത്, ഭൂപടത്തിലെ 1 യൂണിറ്റ് ദൂരം എന്ന് പറയുന്നത് ഭൂതലത്തിലെ എന്താണ് 1,00,000 യൂണിറ്റുകൾക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, thus the unit that is given before ratio indicates the distance on the map, and unit that given after ratio is distance on the surface of the earth. അതായത് ഈ രീതിയിൽ അനുപാതത്തിന് മുന്നിൽ നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂപടത്തിൻ്റെ അകലവും അനുപാതത്തിന് ശേഷം നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂതലത്തിൻ്റെ അകലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഓൺ ദ മാപ്പ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ സെയിം യൂണിറ്റ്. ഇവിടെ ഭൂതലത്തിലും ഭൂപടത്തിലുമുള്ള അകലം ഒരേ ഏകകത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ അകലം സൂചിപ്പിക്കുന്നതിനായിട്ട് സെൻറ്റിമീറ്റർ എന്ന ഏകകമാണ് ഉപയോഗിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ ഒരു ഭിന്നക രീതിയിലുള്ള തോത് അർത്ഥമാക്കുന്നത് ഭൂപടത്തിലെ 1 യൂണിറ്റ് അകലം, അതായത് 1 സെൻറ്റിമീറ്റർ ഭൂതലത്തിൽ 1,00,000 സെൻറ്റിമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. 1,00,000 സെൻറ്റിമീറ്റർ 1 കിലോമീറ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ ഭൂതലത്തിലെ 1,00,000 സെൻറ്റിമീറ്റർ അഥവാ 1 കിലോമീറ്റർ എന്നാണ് അർത്ഥാക്കുന്നത്. മനസ്സിലായോ?
Centimeter is the unit used to indicate distance here. Then the scale that is represented as the representative fraction indicates that 1 unit of distance or 1 centimeter on the map is equal to 1 lakh centimeter on the surface of the earth. 1 lakh centimeter is 1 kilometer. So 1 centimeter on the map indicates 1 lakh centimeter on the surface of the earth, that is 1 kilometer. Okay. നമ്മൾ പറഞ്ഞ ഭൂപടത്തിൻ്റെ തോത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് 3 രീതികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ സ്കെയില്, സെക്കൻഡ് വൺ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ, തേർഡ് വണ്ണാണ് ഇത് ലീനിയർ സ്കെയിൽ അഥവാ രേഖീയ രീതി എന്ന് പറയുന്നത്. ലീനിയർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ സ്കെയിൽ ഈസ് ഡ്രോയിങ് ആൻഡ് മാർക്കിംഗ് ദ സ്കെയിൽ ആസ് എ ലൈൻ ഓൺ ദ മാപ്പ്. അതായത് ഇതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ രേഖീയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിൽ നൽകിയിട്ടുള്ള രീതിയിൽ തോത് വരച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് രേഖീയ രീതി. തോത് വരച്ചിട്ട് രേഖപ്പെടുത്തുന്ന രീതിയാണ് രേഖീയ രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പഠിച്ചു. ഏതൊക്കെയാണ്? ഭൂപടങ്ങളുടെ തോത് രേഖപ്പെടുത്താൻ 3 രീതികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ സ്കെയിൽ അഥവാ പ്രസ്ഥാന രീതി, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ അഥവാ ഭിന്നക രീതി, നെക്സ്റ്റ് വൺ എന്താണ്? ലീനിയർ സ്കെയിൽ അഥവാ രേഖീയ രീതി. ഓക്കെ, നെക്സ്റ്റ് ഒരു നമ്മളൊരു മാപ്പ് വായിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ഭൂപടം റീഡ് ചെയ്യുന്നതിന് നെക്സ്റ്റ് വരുന്ന ഒരു ഫാക്ടറാണ് ഡിറക്ഷൻ എന്ന് പറയുന്നത്, ദിക്കുകൾ അല്ലേ. ഡിറക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ ഡിറക്ഷൻസ് ഓഫ് എ പ്ലേസ് ഓൺ എ മാപ്പ്. ദ ഡിറക്ഷണൽ ഇൻഡിക്കേറ്റർ ഈസ് യൂഷ്വലി പ്ലേസ്ഡ് ഇൻ എ വേ ദാറ്റ് ദ ടോപ്പ് പാർട്ട് പോയിൻറ്റ്സ് ടുവാർഡ്സ് ദ നോർത്ത്. അതായത് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, ദിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക, ഭൂപടം വായിക്കുക. ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്ത് എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലേ? അതായത് നോർത്ത്, അതായത് ആ പ്രദേശത്തിൻ്റെ വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നോർത്ത് എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ദിശ കാണിക്കുന്നതിന് അതിന് വേണ്ടിയാണ് ഡിറക്ഷൻസ് യൂസ് ചെയ്തിട്ട് ഡിറക്ഷൻസും നമ്മുടെ മാപ്പ് റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഭൂപടത്തിൻ്റെ സഹായത്തോടെ നമ്മളൊരു യാത്ര പോകുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വടക്ക് നോക്കിയ നിറം ഉപയോഗിച്ചിട്ട് വടക്ക് കണ്ടെത്തി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വടക്ക് നോക്കിയ നിറത്തിനനുസൃതമായി ക്രമീകരിച്ചാൽ മാത്രമാണ് ദിശ തെറ്റാതെ നമുക്ക് സഞ്ചരിക്കാനാവുള്ളൂ. ഓക്കെ, അങ്ങനെ ദിക്കുകൾ നമ്മളെ കുറേയധികം സഹായിക്കാൻ, ദിക്കുകൾ നമ്മുടെ മാപ്പ് റീഡിങ്ങിന് ഏറെയധികം സഹായകമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിറക്ഷൻസ്. ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ഭൗമ സവിശേഷതകളുടെ സ്ഥാനം, അതിൻ്റെ കിടപ്പ്, നദിയുടെ ഒഴുക്കിൻ്റെ ദിശ എന്നിവയൊക്കെ കണ്ടെത്തിയിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതൊക്കെ ഭൂപടത്തിൻ്റെ വായനയുടെ ഭാഗമാണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ ഒരു രൂപരേഖ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു സ്കൂൾ മൈതാനം, പിന്നെ അതിൻ്റെ അടുത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുത്തിട്ട് നമ്മളോട് ഒരു രൂപരേഖ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഭൂവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് ദിക്കിലാണ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിനെ അടിസ്ഥാനമാക്കിയിട്ട് ഏത് ദിക്കിലൊക്കെയാണ് എന്നുള്ളത് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇൻ വിച്ച് ഡിറക്ഷൻസ് ദ പ്ലേ ഗ്രൗണ്ട് ഈസ് ദ സ്കൂൾ ബിൽഡിംഗ് ലൊക്കേറ്റഡ്. ഏത് ഡയറക്ഷനിലാണ് സ്കൂൾ ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നോർത്ത് ഡയറക്ഷൻ. അവിടെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, നോർത്ത് എങ്ങോട്ടാന്നുള്ളത് അല്ലേ. അപ്പോൾ ഏത് ഡയറക്ഷനിൽ നിൽക്കുന്നത്? നോർത്തിലാണ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി സ്കൂൾ ബിൽഡിംഗ് ഈസ് ദ വാട്ടർ ടാങ്ക് ലൊക്കേറ്റഡ്. വാട്ടർ ടാങ്ക് ഏത് ഡയറക്ഷനിലാണ്? വെസ്റ്റ് ആണ് അല്ലേ. ടു വിച്ച് ഡയറക്ഷൻ യു ഷുഡ് മൂവ് ഫ്രം ദി സ്കൂൾ ബിൽഡിംഗ് ടു റീച്ച് ദ ടോയ്ലറ്റ്. സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചാലാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് എത്തുന്നത്? ഈസ്റ്റ് അല്ലേ. അടുത്തത് ഏതാണ്? ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി വാട്ടർ ടാങ്ക് ഈസ് ദ വെൽ ലൊക്കേറ്റഡ്. അതായത് കിണർ കുടിവെള്ള സംഭരണിയുടെ ഏത് ദിക്കിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? കിണർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കുടിവെള്ള സംഭരണിയുടെ എവിടെയായിട്ട് സ്ഥിതി ചെയ്യുന്നത്? സൗത്തിലാണല്ലേ. ഓക്കെ, മനസ്സിലായോ? അപ്പം അങ്ങനെ അത് നിങ്ങൾ നോട്ട് ചെയ്തേക്കോ കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ അത് എഴുതിയേക്കോ കേട്ടോ.
ഇനി ഭൂപട വായനയ്ക്ക് സഹായമായിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് എന്ത് കൺവെൻഷണൽ കളേഴ്സ് ഓർ സൈൻസ് എന്ന് പറയുന്നത്. അതായത് അംഗീകൃത ചിഹ്നങ്ങൾ അഥവാ എന്ത് പറയുന്നത് സൈനുകൾ എന്ന് പറയുന്നത്, സൂചികകൾ അല്ലെങ്കിൽ സൂചികയല്ല, കളേഴ്സ് ഓർ സൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിഹ്നങ്ങളും അഥവാ നിറങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെ. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഭൂപടങ്ങൾ വായിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. ഈച്ച് ജിയോഗ്രാഫിക്കൽ ഫീച്ചർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സ്പെസിഫിക് കളർ ഓർ സിമ്പൽ. അതായത് ഭൗമ ഉപരിതലത്തിലെ സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഗ്രീൻ ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ഫോറസ്റ്റ് അല്ലേ. ഗ്രീന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇതിനെയായിരിക്കും, ഫോറസ്റ്റിനെ ആയിരിക്കും. ബ്ലൂ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇതിനെയാണ്, വാട്ടർ ബോഡീസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക അല്ലേ. വേരിയസ് മാൻമെയ്ഡ് ആൻഡ് നാച്ചുറൽ ഫിനോമിന ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ആർ ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദ മാപ്പ്. അതായത് ഓരോ മാൻമെയ്ഡ് പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഫിനോമിനകൾ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള വിവിധ ഭൗമോപരിതല സവിശേഷതകളൊക്കെ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ് ഭൂപടത്തിൽ ചിത്രീകരിച്ചതായിട്ട് നമുക്കറിയാം അല്ലേ. ഈ ജിയോഗ്രാഫിക്കൽ ഫിനോമിനൻ ഈസ് ഇല്ലസ്ട്രേറ്റഡ് യൂസിങ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് സയൻസ് അല്ലേ. അപ്പോൾ ഓരോ ജിയോഗ്രാഫിക്കൽ സയൻസ് എന്താ പറയുക ജിയോഗ്രാഫിക്കൽ ഫിനോമിനൊക്കെ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് കളേഴ്സ് അല്ലെങ്കിൽ വിവിധതരം കളറുകളിലും അല്ലെങ്കിൽ ചിഹ്നങ്ങളിലൊക്കെയാണ്. Internationally accepted colors and signs are used for this. അപ്പോൾ ഏതൊരു രാജ്യത്തും നിർമ്മിച്ച ഭൂപടവും വായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അംഗീകൃത ചിഹ്നങ്ങളും നിറങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് രാജ്യത്തുള്ളവർക്കും രാജ്യത്തിന് പുറത്തുള്ളവർക്കൊക്കെ ആശയക്കുഴപ്പമില്ലാണ്ട് ഏതൊരു രാജ്യത്ത് നിർമ്മിച്ച ഭൂപടം വായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അംഗീകൃത ചിഹ്നങ്ങളും അഥവാ നിറങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായിട്ടുള്ള ഭൂവിവരങ്ങൾ ഒരുമിച്ച് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളിലൊക്കെയാണ് പൊതുവെ ഇത്തരം ചിഹ്നങ്ങളും നിറങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആശയക്കുഴപ്പമില്ല, അത് ഏതൊരു രാജ്യത്തുള്ളവർക്കും മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഓക്കെ, ഇവിടെ കുറച്ച് നിറങ്ങളും അതുപോലെ തന്നെ കുറച്ച് സൈനുകളും കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ ഫീച്ചേഴ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഉള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്രീൻ നാച്ചുറൽ വെജിറ്റേഷൻ, നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചിട്ടുള്ളതൊക്കെയാണ് ഗ്രീൻ എന്ന് പറയുന്നത് കൊടുത്തിട്ടുള്ളത്. യെല്ലോ എന്ന് പറയുന്നത് എന്താണ്, അഗ്രികൾച്ചറൽ ലാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്, റെഡ് ഹാബിറ്റാറ്റ് റോഡ്, ബ്ലാക്ക് എന്ന് പറയുന്ന റെയിൽവേ ലൈൻസ്, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ടെലിഫോൺ ലൈൻസ്, അതിനൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബ്ലൂ എന്ന് പറയുന്നത് വാട്ടർ ബോഡീസ്, ബ്രൗൺ എന്ന് പറയുന്നത് റോക്കി സർഫസസ്, സാൻഡ് ഡ്യൂൺസ്, മൗണ്ടെയിൻസ്, അതൊക്കെയാണ് ബ്രൗൺ കളറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ടാറിട്ട റോഡുകൾ, പിന്നെ റെയിൽവേ ലൈൻ, സ്ട്രീം, റിവർ, ചർച്ച്, ടെമ്പിൾ, മോസ്ക്, ഹാബിറ്റാറ്റ്, പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, വെല്ല്, പോലീസ് സ്റ്റേഷൻ, ഫോർട്ട്, ബ്രിഡ്ജ്, പോണ്ട്, ട്യൂബ് വെൽ, സിമെട്രി, ഇതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധതരം സൈനുകൾ, കൺവെൻഷണൽ സൈൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ഏതൊരു രാജ്യത്തുള്ള ആൾക്കാർക്കും മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ സൈനുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഭൂപടം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അവിടേക്കാണ് ഇതൊക്കെ ഉള്ളത്, എവിടേക്കാണ് ഇതുള്ളത് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൈനുകളും ഈ നിറങ്ങളും ഈ കളേഴ്സൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കോട്ടെ. എന്തിനൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എന്ത് ഫീച്ചറാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കോട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണേ. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലൊരു രൂപരേഖ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു മാപ്പ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളോട് ഒബ്സർവ് ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെയാണ് നിറങ്ങളും ചിഹ്നങ്ങളും ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, കോളത്തിൽ അതിൻ്റെ സവിശേഷത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളോട് ശരിക്ക് ഏതൊക്കെയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഏതാണ്, റെഡ് 2 പാരലൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്, ടാർഡ് റോഡാണല്ലേ. പിന്നെ മറ്റേ നെക്സ്റ്റ് എന്താണ്, റെയിൽവേ ലൈനാണല്ലേ. റെയിൽവേ ലൈൻ എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടല്ലോ ബ്ലാക്ക് കളറിൽ, അതാണ് റെയിൽവേ ലൈൻ എന്ന് പറയുന്നത്. പിന്നെ റിവർ ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട്, ഫോർട്ട് ഉണ്ട്, ട്യൂബ് വെൽ ഉണ്ട്, സെമെട്രി ഉണ്ട്, പോണ്ട് ഉണ്ട്. സോ ഓരോ ചിഹ്നങ്ങളും പഠിക്കണം, അതിൻ്റെ ഫീച്ചേഴ്സും പഠിക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഭൂപടം വായിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു മാപ്പ് റീഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇത് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിക എന്ന് പറയും.
അതായത് സൂചിക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂപടങ്ങളിൽ നമ്മൾ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ എന്നിവയൊക്കെ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് എന്ത് സൂചിക എന്ന് പറയുന്നത്. എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് കാണിക്കുന്നതാണ് എന്ത് സൂചിക. ആൻഡ് ഇൻഡെക്സ് ഇസ് എ ടൂൾ യൂസ്ഡ് ഫോർ റീഡിങ് മാപ്സ്. നമുക്ക് മാപ്പ് റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഷോസ് വാട്ട് ദ കളേഴ്സ് ആൻഡ് സിംബൽസ് ഓൺ എ മാപ്പ് റെപ്രസെൻറ്റ്. Indexes are used to identify specific features, buildings and other elements in an area. For example, to identify lowland, highland and midland. Okay? ഈ ഭൂപടങ്ങളിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങളൊക്കെ എന്തിനൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് കാണിക്കുന്നതാണ് ഇത് സൂചിക എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത് ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്. ഇതുപോലെ തന്നെ മാപ്പ് റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് എന്ത് ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അക്ഷാംശ രേഖയും രേഖാംശ രേഖയും. Longitude and latitudes are essential to identify the location of each region and geographical feature on the earth and also to collect information about them. അതായത് ഭൂമിയിലെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൗമോപരിതല സവിശേഷതകളുടെയൊക്കെ സ്ഥാനം കൃത്യമായിട്ട് തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അക്ഷാംശ രേഖാംശ രേഖകൾ അനിവാര്യമാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഭൂമിയിലെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൗമോപരിതല സവിശേഷതകളുടെയും ഒക്കെ സ്ഥാനം കൃത്യമായിട്ട് തിരിച്ചറിയാനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനൊക്കെയാണ് എന്ത് അക്ഷാംശ രേഖാംശ രേഖകൾ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ രേഖകളെക്കുറിച്ചൊന്ന് നോക്കാം. ഓക്കെ, ഇമാജിനറി സർക്കിൾസ് ഡ്രോൺ പാരലൽ ടു ദ ഇക്വേറ്റർ ആർ കോൾഡ് ലാറ്റിറ്റ്യൂഡ്സ്. They are drawn horizontally across the globe and maps. They are shown in degrees. The horizontal line drawn exactly at the center of the globe is the equator. It is 0 degree latitude. Latitudes are marked north and south of the equator up to 90 degree. 90 degree north latitude is known as the North Pole and the 90 degree south latitude is known as South Pole. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വൃത്താകൃതിയിലുള്ള ഒരു സാങ്കല്പിക രേഖകളാണ് എന്ത് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇവ ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോബിൻ്റെ മധ്യത്തിൽ കാണുന്ന രേഖയാണ് എന്ത് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഇതാണ് 0 ഡിഗ്രി അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് എന്ത് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ടും വടക്കോട്ടും 90 ഡിഗ്രി വരെ എന്തുണ്ട് അക്ഷാംശ രേഖകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വടക്ക് 90 ഡിഗ്രി അക്ഷാംശമാണ് ഉത്തര ധ്രുവം, തെക്ക് 90 ഡിഗ്രി അക്ഷാംശമാണ് എന്ത് ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത്. ഇരു ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ രേഖകൾക്ക് വലിപ്പം കുറഞ്ഞു വരുന്നു. അക്ഷാംശ രേഖകളെല്ലാം വൃത്തങ്ങളായാണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് എന്താണ്? നമുക്ക് രേഖാംശ രേഖകൾ അഥവാ ലോഞ്ചിറ്റ്യൂഡ്സിനെ കുറിച്ച് പഠിക്കാം. Imaginary semicircles that join north and south poles are called longitudes. They are drawn perpendicular to the latitudes of the latitude on the globe. These lines connect the north and south poles. 0 degree longitude is known as the Greenwich longitude. The line seen opposite to it is called the International Date line. This is 180 degree longitude. Based on these two lines, the earth is divided into two hemispheres. The one on the eastern side of the Greenwich on the globe is known as Eastern Hemisphere and the other is Western Hemisphere. അതായത് രേഖാംശ രേഖകളുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് എന്ത് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇവ അക്ഷാംശ രേഖകൾക്ക് ലംബമായിട്ട് ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ്. ഇവ ഡിഗ്രി അളവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് എന്ത് ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. 180 ഡിഗ്രി രേഖാംശ രേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് വിളിക്കുന്നു. 180 ഡിഗ്രി രേഖാംശ രേഖയെ എന്താണ് വിളിക്കുന്നത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് വിളിക്കുന്നു. രേഖാംശ രേഖകൾ തുല്യ വലിപ്പമുള്ളവയാണ്.
ഓക്കെ, അപ്പോൾ രേഖാംശ രേഖകളുടെയും അക്ഷാംശ രേഖകളുടെയും സവിശേഷതകൾ കണ്ടു. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചേക്കോ കേട്ടോ, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരും. അപ്പോൾ നന്നായിട്ട് പഠിച്ചേക്കോ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് റിമോട്ട് സെൻസിങ്. വാട്ട് ഈസ് റിമോട്ട് സെൻസിങ്, എന്താണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്? എന്താണ് റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനം എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. Collecting information on an object, region or phenomenon from a distance without direct contact with the help of devices is called remote sensing. എന്താണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്? അതായത് ഒരു വസ്തുവിൻ്റെയോ ഒരു പ്രദേശത്തെ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ ഒരു പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്നും സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണിത് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കളക്ടിങ് ഇൻഫർമേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്, റീജിയൻ ഓർ ഫിനോമിനൻ. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ റീജിയനെ കുറിച്ചോ ഒരു ഫിനോമിനെ കുറിച്ചോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന, ഇങ്ങനെ ഫ്രം എ ഡിസ്റ്റൻസ് വിത്തൗട്ട് ഡിറക്റ്റ് കോണ്ടാക്റ്റ്, നമ്മുടെ ഒരു ഡിറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാതെ വിദൂരതയിലിരിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഫിനോമിന അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഡിവൈസസ് ആണ് എന്ത് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്, വിദൂര സംവേദനം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഉപകരണങ്ങളോട് സഹായത്തോടെ ശേഖരിക്കുന്ന ഈ രീതിയാണ് എന്ത് പറയുന്നത് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ. Details of a geographical area can be collected by fixing cameras or scanners on balloons, aeroplanes and artificial satellites. ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയിലും ക്യാമറകൾ, സ്കാനറുകൾ എന്നിവയൊക്കെ ഘടിപ്പിച്ച് ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. ഓക്കെ. ദ സർഫസസ് ഓൺ വിച്ച് such sensors are fixed to collect data on a geographical area are called platforms എന്ന്. അതായത് ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ അഥവാ സംവേദകങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെയാണ് എന്ത് പറയുന്നത് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത്. ഇതുപോലെ ഭൂവിവരങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഉപകരണങ്ങളില്ലേ, അല്ലെങ്കിൽ ഇതുപോലെ സെൻസേഴ്സൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെയാണ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വിദൂര സംവേദനമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയണത്. ഏതൊക്കെയാണ്? ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ക്യാമറകൾ, സ്കാനറുകൾ, ഇതിലൊക്കെ ഘടിപ്പിച്ചിട്ടാണ് ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ഘടിപ്പിച്ചിരിക്കുന്നതിനെയാണ് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് നാം ആശ്രയിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനത്തെ 3 തരംതിരിക്കാൻ സാധിക്കും. മനസ്സിലായോ? അതായത് based on the platforms that are used for collecting information on geographical areas, remote sensing can be classified into 3. അതായത് നമ്മുടെ ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ നാം ആശ്രയിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനത്തെ 3 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഭൂതല വിദൂര സംവേദനം, ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ്, ആകാശീയ വിദൂര സംവേദനം അഥവാ ഏരിയൽ റിമോട്ട് സെൻസിങ്, നെക്സ്റ്റ് ഉപഗ്രഹ വിദൂര സംവേദനം അഥവാ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഇങ്ങനെ 3 തരംതിരിച്ചിട്ടുണ്ട്. ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ് നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ് അഥവാ ഭൂതല വിദൂര സംവേദനം. അതായത് ഇതിൽ ഇത്രയേ ഉള്ളൂ, ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകൾ ക്യാമറകൾ ഉപയോഗിച്ചിട്ട് പകർത്തുന്ന രീതിയാണ് ഭൂതല വിദൂര സംവേദനം. നമ്മൾ ക്യാമറകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ ഫോട്ടോ എടുക്കില്ലേ, കുറച്ച് വിദൂരതയിലുള്ള ഇതുകൾ അല്ലെങ്കിൽ ഹില്ലുകൾ, അതൊക്കെ ഫോട്ടോ എടുക്കുന്ന രീതിയാണ് ഭൂതല വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതല സവിശേഷത, നമ്മൾ നമ്മുടെ ഭൂമിയിൽ നിന്നിട്ട് ഭൗമോപരിതല സവിശേഷതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹില്ല്, ഒരു മൗണ്ടെയിൻ, അതൊക്കെ ഒരു ഫോട്ടോ എടുക്കുന്ന അല്ലെങ്കിൽ ക്യാമറകൾ ഉപയോഗിച്ചിട്ട് പകർത്തുന്ന രീതിയാണ് പറയുന്നത് ഭൂതല വിദൂര സംവേദനം എന്ന് പറയുന്നത്. അതായത് ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ്.
ഒന്നുകൂടി വായിക്കാം. Terrestrial remote sensing is the method by which the geographical features are copied using cameras from the ground level. മനസ്സിലായോ? നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മുടെ എന്താ പറയുക ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് പകർത്തുന്ന ഒരു രീതിയാണ് എന്ത് ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ആകാശീയ വിദൂര സംവേദനം എന്ന്. അതായത് ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ആകാശത്ത് നിന്ന് പകർത്തുന്ന ചിത്രങ്ങൾ. ആകാശത്താകുമ്പോൾ എങ്ങനെയാണ് വിമാനങ്ങളാണല്ലേ, അപ്പോൾ വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ എന്ത് ഭൗമോപരിതലത്തിലെ എന്ത് സവിശേഷതകൾ ഉള്ള ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് എന്ത് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏരിയൽ റിമോട്ട് സെൻസിങ് ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് ദ ഫോട്ടോഗ്രാഫ് ഓഫ് ദ ജിയോഗ്രാഫിക്കൽ ഏരിയാസ് ആർ കോപ്പീഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ക്യാമറ ഫിക്സ്ഡ് ഓൺ ദ എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിനിൽ ഘടിപ്പിച്ചിട്ടുള്ള എന്തിൻ്റെ സഹായത്തിൽ, ക്യാമറയുടെ സഹായത്താൽ എന്ത് ഭൗമോപരിതലത്തിലെ സവിശേഷതകൾ പകർത്തുന്ന രീതിയാണ് എന്ന് പറയുന്നത് ഏരിയൽ റിമോട്ട് സെൻസിങ് അഥവാ ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഏറ്റവും നെക്സ്റ്റ് വരുന്നത് ഏറ്റവും ലാസ്റ്റത്തെ തേർഡ് വണ്ണാണ് എന്ത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഗ്രഹ വിദൂര സംവേദനം. അത് നമുക്കറിയാം എങ്ങനെയാണ്. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദനങ്ങൾ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് എന്ത് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഉപഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് അല്ലേ. സാറ്റലൈറ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള എന്ത് ഇതുപോലത്തെ സംവേദനങ്ങൾ അല്ലെങ്കിൽ ക്യാമറാസ് അതുവഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് എന്താ ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി വായിക്കാം. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഇൻഫർമേഷൻ ഓൺ ജിയോഗ്രാഫിക്കൽ ഏരിയാസ് ആർ കളക്റ്റഡ് യൂസിങ് പ്ലാറ്റ്ഫോംസ് ഫിക്സഡ് ഓൺ ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ചില പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടെ ജിയോഗ്രാഫിക്കൽ ഏരിയാസിൻ്റെ ഇൻഫോർമേഷൻസ് എന്താ പറയുന്ന പകർത്തുന്ന അല്ലെങ്കിൽ സെൻസ് ചെയ്യുന്ന ഒരു രീതിയാണിന്ന് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. കളക്ട് ചെയ്യുന്ന രീതിയാണിന്ന് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. മൂന്നെണ്ണം നമ്മൾ പഠിച്ചു. ടെറസ്ട്രിയൽ, ഏരിയൽ, അതുപോലെ തന്നെ സാറ്റലൈറ്റ്. മൂന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ റിമോട്ട് സെൻസിങ് എന്താണെന്ന് പഠിച്ചു. റിമോട്ട് സെൻസിങ് 3 ടൈപ്പ്, അതായത് 3 തരത്തിൽ നമുക്ക് റിമോട്ട് സെൻസിങ്ങിൻ്റെ 3 ഇതുകൾ കണ്ടു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ ഇമ്മൻസ് പോസിബിലിറ്റീസ് ഫോർ റിമോട്ട് സെൻസിങ് ഇൻ മോഡേൺ വേൾഡ്. അതായത് ഈ മോഡേൺ വേൾഡിൽ എന്താ പറയുക വിദൂര സംവേദനത്തിന് കുറേയധികം സാധ്യതകളാണുള്ളത്. ഏതൊക്കെ കാര്യങ്ങളാണുള്ളത്? കാലാവസ്ഥ പഠനത്തിന്, പിന്നെ ഇതിനെ കാർഷിക മേഖലയിലെ പഠനത്തിന്, അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിന്, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായ പ്രദേശത്തെക്കുറിച്ചുള്ള വിവരശേഖരണം നടത്തുന്നതിന്, ഇതിനൊക്കെ എന്താണ് നമ്മൾ ഈ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാറുണ്ട്, റിമോട്ട് സെൻസിങ് ഉപയോഗപ്പെടുത്താറുണ്ട് ഇല്ലേ? ഒന്നുകൂടി വായിക്കും. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിന്, വാർത്താവിനിമയം സാധ്യമാക്കുന്നതിന്, ഭൂപ്രദേശങ്ങൾ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിന്, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിന്, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന്, ഭൂപട നിർമ്മാണത്തിന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്, ഇതിനൊക്കെ ഇതാണ് നമ്മൾ വിദൂര സംവേദനത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്തുന്നുണ്ട്. For climatic studies, for studies in agricultural sector, to understand the availability of natural resources, to collect information about areas affected by natural calamities like drought, floods, etc. To facilitate communication, to identify the uses of different land areas. ഇതുപോലെ അനന്ത സാധ്യതകൾ അല്ലെങ്കിൽ ഇമ്മൻസ് പോസിബിലിറ്റീസ് ആണ് ഇപ്പോഴത്തെ ഒരു മോഡേൺ വേൾഡിൽ റിമോട്ട് സെൻസിങ്ങിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് GIS എന്ന് പറയുന്നത്. GIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം
അഥവാ ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് എന്താണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്? അതായത് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, GIS എന്ന് പറയുന്നത്. ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്നോളജി that utilizes software to analyze spatial data collected through methods such as map analysis and remote sensing. This analysis enables the formation of conclusions and creation of outputs like maps, graphs and tables. അതായത് ഭൂപട വിശകലനം, വിദൂര സംവേദനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് നിഗമനങ്ങളെ രൂപപ്പെടുത്താനും ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും കഴിയുന്നു. ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നു. ഈ സാങ്കേതിക വിദ്യയാണെന്ത്? ഭൂവിവര വ്യവസ്ഥ അഥവാ GIS എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോൾ ഭൂപട വിശകലനം അല്ലെങ്കിൽ വിദൂര സംവേദനമൊക്കെ തുടങ്ങിയ മാർഗങ്ങളിലൂടെയൊക്കെ ശേഖരിക്കുന്ന വിവരങ്ങളൊക്കെ വിശകലനം ചെയ്തിട്ട് കുറച്ച് നിഗമനങ്ങളൊക്കെ രൂപപ്പെടുത്താനും ഭൂപടങ്ങൾ അഥവാ ഗ്രാഫുകൾ, പട്ടികകളൊക്കെ നിർമ്മിക്കാനൊക്കെ കഴിയുന്നുണ്ട് നമുക്ക്, ഇതൊക്കെ നിരീക്ഷിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടറിൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ് നമുക്കിതൊക്കെ ഒന്ന് നിർമ്മിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് എന്ന് പറയുന്നത് ഭൂവിവര വ്യവസ്ഥ അഥവാ GIS എന്ന് പറയുന്നത്, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ബെനഫിറ്റ്സ് ഓഫ് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ബെനഫിറ്റ്സ് ഓഫ് GIS എന്തൊക്കെയാണ് ബെനഫിറ്റ്സ് എന്ന് നോക്കാം. ഓക്കെ, ഈ ഭൂവിവര വ്യവസ്ഥയുടെ പ്രയോജനങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഇൻഡസ്ട്രി, ട്രേഡ്, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, അഗ്രികൾച്ചർ, പ്ലാനിങ്, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ടൂറിസം, റിസോഴ്സ് മാനേജ്മെൻറ്റ്, അർബൻ പ്ലാനിങ്, ഫിഷറീസ്, പബ്ലിക് ഹെൽത്ത്, എമർജൻസി സർവീസസ്, മെറ്റീരിയോളജി. ഇതൊക്കെയാണ് ബെനഫിറ്റ്സ് ഓഫ് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS എന്ന് പറയുന്നത്. GPS എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇല്ലേ? അതിനെന്താണ് അതിൻ്റെ ഫുൾ ഫോം? എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്താണ് നമുക്ക് നോക്കാം. ദിസ് ഈസ് ടെക്നോളജി ദാറ്റ് ഹെൽപ്പ് us ടു ഐഡൻറ്റിഫൈ ദ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഒബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. അതായത് ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം, അതിൻ്റെ ഉയരം എന്നിവയൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണിത്. ഓക്കെ, if it is a moving object, its location, direction of the movement, its pace and the time can be accurately calculated using this technology. അതായത് ഇതിൽ ഇപ്പോൾ ഇനി ഒരു ചലിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അതിൻ്റെ സ്ഥാനം, സഞ്ചാരദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കും. ഓക്കെ, ദ GPS ഈസ് used in the almost all vehicles including aeroplane and ship. അതായത് GPS ഇപ്പോൾ എല്ലാ വെഹിക്കിൾസിലും ഉപയോഗിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഏതുവരെ എയ്റോപ്ലെയിനിലും ഷിപ്പിലും വരെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദി സിസ്റ്റം ഫങ്ഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. അതായത് ഇതിൻ്റെ സിസ്റ്റം ഇതിൻ്റെ ഹെൽപ്പിലാണ് അതിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഹൈലി ആക്യുറേറ്റ് സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ ആൻഡ് ലൊക്കേഷൻ സിസ്റ്റം. ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ ആൻഡ് ലൊക്കേഷൻ സിസ്റ്റമാണ്. വിത്ത് എ GPS റിസീവർ യൂസർ ക്യാൻ ക്വിക്കലി ഡിറ്റർമിൻ ദ പ്രിസൈസ് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ്. അതായത് ഈ GPS റിസീവറിൻ്റെ സഹായത്തോടെ യൂസേഴ്സിന് അവർക്ക് കറക്റ്റായിട്ട് പ്രിസൈസായിട്ട് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആൾട്ടിറ്റ്യൂഡും ഒക്കെ കറക്റ്റായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതാണ് GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓക്കെ, മനസ്സിലായോ?
മാക്സിമൈസിങ് ദ പൊട്ടൻഷ്യൽ ഓഫ് GPS വിത്ത് ICT. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു അതായത് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നിത്യജീവിതത്തിൽ ഇന്ന് GPS ഉപയോഗപ്പെടുത്തുന്നതെന്ന് വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിക്ക് ഒന്ന് എഴുതുക കേട്ടോ. ഫൈൻഡ് ദ അതർ പോസിബിലിറ്റീസ് ഇതല്ല വായിക്കാം. With the help of ICT, identify the different purposes for which GPS is used in day-to-day life. Day-to-day ലൈഫിൽ നമ്മുടെ നിത്യജീവിതത്തിൽ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ എന്താ പറയുക GPS ഉപയോഗിക്കുന്നതെന്ന് വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കണ്ടെത്തിയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ നോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച് നോക്കിയിട്ട് എല്ലാവരും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാഠഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.